ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൗമാരം കാമവികാരങ്ങളിൽ തുലയ്ക്കാനുള്ളതാണോ അല്ല എന്നുള്ളത് പല വിശുദ്ധരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേതാനും ഈ കൗമാരപ്രായക്കാരായിട്ടുള്ള വിശുദ്ധര് അവരുടെ ജീവചരിത്രം നമ്മളൊന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ കൗമാരം കരുതാതിരുന്നാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം എടുക്കേണ്ട ഒരു പ്രായമാണ് കൗമാരപ്രായം. ഇത് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒന്ന്, ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. മറിയം 12 വയസ്സ് വരെ നല്ല പ്രാർത്ഥനയും മര്യാദയ്ക്കൊക്കെ ജീവിച്ചതാണ്. 12ാമത്തെ വയസ്സിൽ വീട് വിട്ടുപോയി. ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളത് പാപസുഖത്തിൽ ആവേശത്തോടെ മുഴുകുക. അങ്ങനെ ഒരു ചിന്ത അങ്ങോട്ട് കയറിയിട്ട് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് പാപസുഖത്തിൽ 12ാമത്തെ വയസ്സ് മുതൽ പാപത്തിൽ മുഴുകി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ കൗമാരം എങ്ങനെയാണ് അവൾ ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ പിന്നീട് ഒക്കെ ഒരു മാനസാന്തരമൊക്കെ വന്ന് അങ്ങനെ ശേഷിച്ച ജീവിതം ഈ കൗമാരപ്രായത്തിൽ അവൾ ഏറ്റെടുത്ത സുഖത്തിന് പരിഹാരമെന്നോളം അവൾ ജീവിച്ചു. ഈജിപ്തിലെ മരുഭൂമിയിലൊക്കെ പോയി മരുഭൂമിയിൽ വിവസ്ത്രയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ത്യാഗമാണ്, സഹനമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു 14 വയസ്സ് പ്രായമുള്ള ഒരുത്തൻ കാണിച്ച കുസൃതി. അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് അപ്പൻ്റെ ബൈക്ക് എടുത്തു. അപ്പൻ്റെ അറിവില്ലാതെ, അപ്പൻ്റെ അനുവാദം ഇല്ലാതെ രണ്ടുപേരും കൂടെ പോയി. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു, മറ്റേ ആൾ വികലാംഗനായി. ഓക്കെ, ആ കൗമാരപ്രായത്തിൽ അവർ ചെയ്തു കൂട്ടിയ ഒരു കുസൃതി, അതുമൂലം അവർ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സഹനം ചില്ലറയൊന്നും അല്ല. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ കൗമാരപ്രായം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ കൗമാരം നല്ലതിന് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും ചിലതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നല്ലതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ കൗമാരപ്രായം. ലൂക്കാ 2:52 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മൾ ഈ ക്രിസ്ത്യൻ ധ്യാനം കൂടിയ സമയം മുതൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ യേശുവിൻ്റെ ആ ഒരു വളർച്ച, സമഗ്രമായ ഒരു വളർച്ച, മനോഹരമായ ഒരു കോമ്പിനേഷനാണ് അത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ലൂക്കാ 2:46 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉപാധ്യായന്മാരുടെ അടുത്തിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന ബാലനായ യേശു ദേവാലയത്തിൽ. അവനെ കാണാതായപ്പോൾ തിരിച്ചവർ യാത്ര ചെയ്തു വന്ന് ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ ഇരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ദേവാലയത്തിൽ ഇരിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. ഇന്ന് നമ്മുടെ പിള്ളേരെത്ര പേര് ഈ പ്രായക്കാർ പള്ളിയിൽ പോകാറുണ്ട്, പള്ളിയിൽ ഇരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള താല്പര്യം കാണിക്കാറുണ്ട്. ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ യേശുവിൽ നിന്നും ആ ഒരു പ്രചോദനം കിട്ടി അവൻ വളർന്നതുപോലെ വളരാനുള്ള ഒരു പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ നല്ലതാണ്. 1 സാമുവേൽ 3-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ, സാമുവേൽ ബാലനായിരുന്നപ്പോൾ കർത്താവിന് ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏലിയുടെ കീഴിൽ വിശിഷ്ടമായ ശുശ്രൂഷ ജീവിതം ബാലനായിരുന്ന സാമുവേൽ ആരംഭിച്ചു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ജെറമ്യാ 1-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജെറമ്യാ പ്രവാചകൻ കേവലം ബാലൻ, അവനെ ദൈവം നിയോഗിച്ചത് വൻ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 9 മുതൽ 16 വരെയുള്ള ആ വചനഭാഗം ആദ്യ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇടിച്ചു പൊളിക്കാനും പണിതുയർത്താനും പിഴുതെറിയാനും നട്ടു വളർത്താനുമായി ഞാൻ നിന്നെ നിയോഗിക്കുന്നു. ചെറിയ കാര്യമായിരുന്നു. അത്രയും വലിയ ഒരു ദൗത്യം കേവലം ബാലനായിരുന്ന ജെറമ്യായെ ദൈവം ഏൽപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏതാനും വിശുദ്ധര്, യൗവനത്തിൽ കരിഞ്ഞു പോകാതിരുന്ന വിശുദ്ധര്, യൗവനം നന്നായിട്ട് പുഷ്പിച്ച വിശുദ്ധര് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഏതാനും വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം, വ്യത്യസ്ത പ്രായക്കാർ. ആദ്യത്തെ ആള് വാഴ്ത്തപ്പെട്ട ആന്റോണിയേറ്റ, ഇറ്റാലിയൻ പങ്കൊച്ച. 5ാമത്തെ വയസ്സിൽ അവൾക്ക് ബോൺ ക്യാൻസർ, കാലി മുറിച്ചു. ഇനി അങ്ങനെയുള്ള ഒരുപാട് ദുരിതത്തിലൂടെ ക്ലേശത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. 7ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിൽ നിന്ന് ഒരുപാട് സന്ദേശങ്ങൾ കിട്ടി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരു പങ്കൊച്ചു. 7ാമത്തെ വയസ്സിൽ അവളുടെ ആധ്യാത്മികതയെക്കുറിച്ച് ചിന്തിച്ചാൽ 70 വയസ്സുകാരുടെ ആധ്യാത്മികതയേക്കാൾ ഉയർന്നു നിന്നു എന്ന് പറയാൻ പറ്റും. അവൾ യേശുവിനൊരു ലവ് ലെറ്റർ എഴുതി. അതുപോലെ തന്നെ അവൾക്ക് കിട്ടിയ സന്ദേശം അനുസരിച്ച് അമ്മയോട് പറഞ്ഞു, ഞാനധികം താമസിയാതെ മരിക്കും, ഞാൻ മരിക്കുമ്പോൾ അമ്മ കരയുക പോലും വേണ്ട, ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോവുക. അങ്ങനെയെല്ലാം പറയാൻ സാധിച്ച ഒരു വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ആന്റോണിയേറ്റ. നമുക്ക് ഇത്രയും ചെറുപ്രായത്തിലെ ഇത്രയും ആത്മീയത പ്രകടമാക്കാൻ പറ്റിയൊരു വ്യക്തി നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട്, പ്രചോദനമായിട്ട് മാറണം. 2ാമത്തെ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ഇമൽഡ. മരിക്കുമ്പോൾ വെറും 11 വയസ്സ്. ആകപ്പാടെ സ്വീകരിച്ചത് ഒരു ദിവ്യകാരുണ്യം. അത് പ്രത്യേകമായ രീതിയിൽ ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കിയ ദിവ്യകാരുണ്യമാണ്. അത് സ്വീകരിച്ച് അവളൊരു ആത്മീയ നിർവൃതിയിലേക്ക് പോയി. അതിൽ നിന്ന് പിന്നെ എഴുന്നേറ്റിട്ടില്ല. പക്ഷെ ഒറ്റ ദിവ്യകാരുണ്യ സ്വീകരണം. അവളുടെ ബോഡി ഇന്നും അഴുകാതെ ഇറ്റലിയിൽ ഒരു ആലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 3ാമത്തെ വ്യക്തിയാണ്, 2 വിശുദ്ധരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്ന് വിശുദ്ധ ജസീന്ത, 2ാമത്തേത് ഫ്രാൻസിസ്കോ.
അറിയാലോ, ഫാത്തിമ, അപ്പരീഷൻ, ആ വിഷണറീസ്, ആ 3 പേരിൽ 2 പേരാണ്. ജസീന്ത മരിക്കുമ്പോൾ 9 വയസ്സ്, ഫ്രാൻസിസ്കോ മരിക്കുമ്പോൾ 10 വയസ്സ്. അത്രയും ബാലരെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കൗമാരപ്രായക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ പ്രായത്തിലുള്ളവരോട് അധികാരികൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയ വിഷൻ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി അവരെ മാറ്റി നിർത്തി അവർക്കൊരു സൂചന കൊടുത്തു. പറയുന്നത് കൃത്യമല്ലെങ്കിൽ, പറയുന്നതിനകത്ത് വല്ല ക്രമക്കേട് വരികയാണെങ്കിൽ നിങ്ങളെ തിളച്ച എണ്ണയ്ക്കകത്തിടും, അങ്ങനെ ഇട്ട് കൊല്ലും. അങ്ങനെ പറഞ്ഞിട്ടും അവർ ധൈര്യമായിട്ട് കൃത്യതയോടുകൂടി അവർക്ക് കിട്ടിയ ആ വിഷൻ, ആ ഒരു ദർശനം അത് വിവരിച്ചു എന്നുള്ളത് സ്തുത്യർഹമായ ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വിശുദ്ധയാണ് വിശുദ്ധ മരിയ കുര്യത്ത്. 12 വയസ്സ്, ജസ്റ്റ് 12 വയസ്സാകുന്നു ആ സമയത്താണ് അവർ മരിക്കുക. നമുക്ക് കാണാൻ സാധിക്കും അലക്സാണ്ട്രോ കടാര കാണിച്ച് പേടിപ്പിച്ചിട്ടും അവൾ ഭയപ്പെട്ടില്ല. അവൾ പറഞ്ഞൊരു കാര്യം, ഐ പ്രിഫർ ഡെത്ത് ടു സിൻ, ഒരു പാപത്തിൽ വീഴുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിയാണ്. പല പ്രാവശ്യം കുത്തേറ്റിട്ടും മനസ്സ് മാറ്റാതെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വിശുദ്ധയായിട്ട് മരിയ കുര്യത്തിയെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു വിശുദ്ധയാണ് റോമിലെ വിശുദ്ധ ആഗ്നസ്. മരിക്കുമ്പോൾ വെറും 13 വയസ്സ്. ആഗ്നസ്, കുഞ്ഞാട് എന്നാണ് അതിൻ്റെ അർത്ഥം പോലും. ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് വിശുദ്ധ ആഗ്നസിൻ്റെ ആ ഒരു പടമായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇവളെ കല്യാണം കഴിക്കാൻ പലരും മോഹിച്ചു. പക്ഷെ അവൾ പറഞ്ഞു, സ്വർഗീയ മണവാളന് ഞാൻ എൻ്റെ കന്യാത്വം സമർപ്പിച്ചു കഴിഞ്ഞു, എനിക്കിനെ മറ്റൊരാളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവളെ വേശ്യാഗ്രഹത്തിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ദൈവത്തിൻ്റെ സ്വന്തത്തെ ദൈവം സംരക്ഷിച്ചോളും. ഇനി അവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രോഷാകുലരായിട്ട് അധികാരികൾ ഓർഡർ ഇട്ട് അവളെ വിവസ്ത്രയാക്കാൻ അവൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് ചെറുപ്പക്കാരെല്ലാം അവിടെ നിന്ന് ഓടിച്ചു. ഒരാൾ മാത്രം ഓടാതെ നിന്നു. അവന് ഒരു മിന്നലേറ്റ് അന്ധനായി മാറി എന്നുള്ളത് ഐതിഹ്യം പറയുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധനാണ് ഡൊമിനിക് സാവിയോ. മരിക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 14 വയസ്സ്. 7ാമത്തെ വയസ്സിൽ തന്നെ ഒരു നിയമാവലി ഉണ്ടാക്കി അത് ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എപ്പം വേണേലും മരിക്കാൻ റെഡി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഡൊമിനിക് സാവിയോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ മാതാവും ഈശോയുമായിരുന്നു. ഇവരൊക്കെ നമുക്കൊരു പ്രചോദനമായി മാറിയാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ബാല്യം മുതൽ മരണം വരെയുള്ള ജീവിതം ദൈവത്തിന് പ്രീതികരമാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.